ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെൻസ് ഓഫ് ഭാഗം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയുമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയുമായ വിശുദ്ധ പത്രോസിൻ്റെ യഥാർത്ഥ പേര് ഷിമയോൻ എന്നാണ്. യേശുവാണ് പത്രോസ് എന്ന നാമം വിശുദ്ധന് നൽകിയത്. വിശുദ്ധ പത്രോസ് ജനിച്ചത് ബെത്സദായിലായിരുന്നു. ഗലീലി കടലിലുണ്ടായ അത്ഭുതത്തിനു ശേഷം കുടുംബത്തെയും സ്വന്തം തൊഴിലിനെയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു വിശുദ്ധൻ. യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ വിശുദ്ധ പത്രോസ് ശിഷ്യന്മാരുടെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് AD 67 വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്താണ് സഭയുടെ പരമപ്രധാനമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ആദ്യത്തെ പേര് സാവോൾ എന്നായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട യഹൂദന്മാരായിരുന്നു മാതാപിതാക്കൾ. വിശുദ്ധ പൗലോസ് ഗമാലിയോയിൽ നിന്നുമാണ് ശിഷ്യത്വം സ്വീകരിച്ചത്. വിശുദ്ധ നഗരത്തിലേക്ക് തിരികെ വന്ന വിശുദ്ധ പൗലോസ് സഭയുടെ ശത്രുവാവുകയും മതപീഡനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. യേശുവിൻ്റെ ശിഷ്യന്മാരെ അടിച്ചമർത്തുന്നതിനായി ദമാസ്കസിൽ പോകുമ്പോൾ യേശുവിൻ്റെ അരുളപ്പാടുണ്ടാവുകയും തിരികെ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വരികയും ചെയ്തു. പിന്നീട് AD 58 യൂറോപ്പിലെ സമൂഹത്തെ സന്ദർശിച്ച അവരുടെ നിയമങ്ങൾ നിന്ദിച്ചതിനെ തുടർന്ന് 2 വർഷം സീസറിൻ്റെ തടവറയിലടച്ചു. പിന്നീട് AD 61 റോമിലെത്തുകയും അവസാന നാളുകൾ പ്രേക്ഷിത യാത്രയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. പിന്നീട് AD 66 റോമിലെത്തിയ വിശുദ്ധനെ തടവിലടയ്ക്കുകയും 1 വർഷത്തിന് ശേഷം കഴുത്തറുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. വിശുദ്ധൻ്റെ 14 എഴുത്തുകൾ സഭയുടെ അമൂല്യ രേഖകളാണ്. ജൂൺ 29 വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാളുകളായി സഭ ആഘോഷിക്കുന്നു.